ദിലീപിനെ വെറുതെ വിട്ടു ഇരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിവരം. റേപ്പുകൾ, ഗ്യാങ് റേപ്പുകൾ അടക്കം ആയിരക്കണക്കിനായ കേസുകൾ കണ്ടതാണെങ്കിലും ഒരു കളകൂട വൈരാഗ്യത്തിന് ബലാത്സംഗം ചെയ്യാൻ ഒരുത്തിന് കൊട്ടേഷൻ, റേപ്പ് കൊട്ടേഷൻ, അത് രാജ്യമെന്ന ലോകത്ത് തന്നെ കേട്ടുകഴിവില്ലാത്തതാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. മാത്രമല്ല കേസിന്റെ വ്യവഹാര വഴി, അട്ടിമറി നീക്കങ്ങൾ, വിചാരണ നീണ്ട 8 വർഷങ്ങളൊക്കെ അക്കാദമിക്കലി പറയാം റയറസ്റ്റ് ഓഫ് ദി റയർ, അപൂർവമാണ്. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു നാൾ ചുമ്മാതിരിക്കുമ്പോൾ ഏതോ ഒരു ഡ്രൈവർ ഒരു 4-അംഗ ഗുണ്ടയ്ക്ക് അന്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നായക നടിയെ റേപ്പ് ചെയ്യാൻ ഉൾവിളി ഉണ്ടാകുന്നു. തെരുവിൽ വാഹനത്തിൽ ബലാത്സംഗ ചിത്രീകരണം, വിഷ്വൽ ഗൂഢകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു, തെളിവുനാശം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ജാമ്യത്തിന് ശേഷം മോഡലിംഗ്, ആഡംബര വാഹനങ്ങളിൽ കറക്കം. ആ തെമ്മാടിപ്പണിയിൽ 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമെന്നും ഗൂഢാലോചനയുടെ ഒരു ദുഷ്ട തലച്ചോറിന് തെളിവ് കൂമ്പാരത്തിൽ തെളിവില്ലെന്നും പറയലാണ് കോടതി. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പ്രോസിക്യൂഷൻ പരാജയം, സർക്കാർ പരാജയം കൂടിയാണ്. കോടതി ഉത്തരവിൽ വിശുദ്ധനാക്കപ്പെട്ട 8-ാം പ്രതിയെ വാരിപ്പണിരുന്ന താരശരീരങ്ങൾ, മാടി വിളിക്കുന്ന റെഡ് കാർപ്പറ്റുകൾ, ആരാധക വൃന്ദം. മാലപ്പടക്കത്തിനിടയിൽ ആ കേസിന്റെ മറന്നുപോകരുതാത്തൊരു ഭൂതകാലമുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആ ജഡ്ജിയുടെ സമീപനം താങ്ങാവതല്ലെന്ന് പറഞ്ഞ് രാജിവെച്ചിറങ്ങിപ്പോയത് 2 പ്രോസിക്യൂട്ടർമാർ. ആത്യന്തികമായി ആർക്കാണോ നീതി വേണ്ടത് ആ വിക്ടിം ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ പോയ കേസാണ്. ആ മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തുവെന്ന നിയമവിരുദ്ധ നെറുകേടിൽ രാഷ്ട്രപതിക്ക് കത്തുപോയ കേസാണ്. ഒരു വിചാരണ കോടതി ഉത്തരവിൽ കഴുകിപ്പോകുന്ന കളങ്കങ്ങളാണോ, ഓടിച്ചിട്ട് കടിക്കുന്ന പേപ്പട്ടികൾ കണക്കെ നാഥനില്ലാ കൂട്ടങ്ങളോ, അതോ ആ എക്കോ സിനിമയിൽ പറയും മട്ടിൽ മാസ്റ്റർ ട്രെയിൻഡ് മലേഷ്യൻ വേട്ടപ്പട്ടികളാണോ എന്ന് കാലം പറയട്ടെ, മേൽക്കോടതികൾ പറയട്ടെ. എന്താ എന്റെ ഉദ്ദേശം? ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രിയപ്പെട്ട സഹോദരി, 8 ആണ്ടുകൾ ഒരു ചെറിയ കാലയളവല്ല. വർഷങ്ങളിൽ നീ താണ്ടിയ വേദനാവഴികൾ, കേട്ട അധിക്ഷേപങ്ങൾ, ഇരയല്ല, അത് ജീവിതമല്ല, നീ തിരുത്താണ്, കരുത്താണ്. ഏത് കോടതിയിൽ തിരിച്ചടിയെങ്കിലും, ഏത് ആകാശം ഇടിഞ്ഞു വീണാലും മനസാക്ഷി കോടതി നിസ്തർക്കം നിനക്കൊപ്പം മാത്രമാണ്. ആർജവത്തിന്റെ അവസാന വാക്കേ അഭിവാദ്യങ്ങൾ. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ?